ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് വർക്സ് ബൈ രേവതി. എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഹെൽത്തി ആയിട്ട് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും തട്ടിയും മുട്ടിയും ചട്ടിയും കലവും പോലെ ഇങ്ങനെ ലൈഫ് തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്കപ്പോൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ച ഒന്ന് രണ്ട് കുർത്തി കണ്ടാലോ. ലൈക്ക് എന്താ പറയുക, ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചിൽ വരുന്ന ഒരു യുണീക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഈ സംഭവം ആക്ച്വലി ഔട്ട് ഓഫ് ഫാഷൻ ആയതിനു ശേഷമാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഞാൻ കുറേ നാളായിട്ട് വിഷ് ലിസ്റ്റിൽ ഇട്ടിരുന്ന ഒരു സാധനമാണ്. എന്നാൽ ശരി, വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. ഞാൻ 2 കളറിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. വേറെ കുറേ കളർ വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഞാൻ വൈറ്റും ബ്ലാക്കുമാണ് പ്രിഫർ ചെയ്തത്. കാരണം അതാണല്ലോ നോർമലി ഒരു എന്താ പറയുക ക്ലാസിക് കളേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാനത് 2 പ്രിഫർ ചെയ്തത്. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ജീൻസിൻ്റെ കൂടെയും വെയർ ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഞാൻ എടുത്തതാണ്. ആക്ച്വലി ഇതിൻ്റെ റെഡ്, യെല്ലോ, പർപ്പിൾ അങ്ങനെ കുറേ ലൈറ്റ് ഗ്രീൻ കളേഴ്സൊക്കെ എല്ലാം അവൈലബിൾ ആണ്. എനിക്ക് കാണുമ്പോൾ എല്ലാം എടുക്കണം എന്നുണ്ട്. പക്ഷേ ഇത് വന്നിട്ട് 250, 320 അങ്ങനെ ഒരു റേറ്റ് റേഞ്ച് വരുന്നത് കൊണ്ടാണ് എടുക്കാത്തത്. പിന്നെ ഇത് കോംബോ ആയിട്ട് വന്നപ്പോൾ ഞാനങ്ങ് എടുത്തു. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു വൈറ്റ് ആണ്. ഇതിൻ്റെ വർക്കൊക്കെ ഞാൻ ഇങ്ങനെ 2 പിടുത്തം പിടിച്ചപ്പോഴേ എൻ്റെ കല്ലും പുല്ലും കളവി പോകുന്നുണ്ടായിരുന്നു. ബട്ട് എനിവേ ഈ വൈറ്റിൻ്റെ ബാക്കിൽ 1-2 എന്താ പറയുക ഗ്ലൂവിൻ്റെ സ്റ്റിക്കിങ്, അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടാണ്, സ്റ്റെയിനൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ശരി, എന്തോ പുല്ല് വാങ്ങിച്ചു, ഇനി അങ്ങ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളിൽ ഇടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പെറ്റിക്കോട്ട് ടൈപ്പിലൊരു ഷിമ്മി പോലെ അല്ലെങ്കിൽ ഒരു ലെങ്ത്തിൽ വരുന്ന അങ്ങനെ ഒരു പെറ്റിക്കോട്ട് ടൈപ്പ് സാധനമൊന്നും വരുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കൊന്ന് ഫിറ്റിങ്സ് ഒക്കെ ചെയ്താൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് കിടക്കും തോന്നി. കാരണം കൈയൊക്കെ നല്ല വലുതായിരുന്നു. ഇല്ലേ പള്ളിയിലച്ഛൻ്റെ ലോഹ പോലെ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഞാൻ ഇട്ടിട്ട് പിന്നെ അങ്ങ് സെൽഫ് ഒബ്സഷൻ ആയിരുന്നു. കുറേ വീഡിയോ തിരിഞ്ഞും മറിഞ്ഞും കുനിഞ്ഞും നിന്നും ഒക്കെ നിന്നങ്ങ് എടുത്ത് ഞാനങ്ങ് ക്യാമറയ്ക്കകത്ത് വന്നും ക്യാമറയുടെ വെളിയിൽ പോയി നിന്നും 1.5 കിലോമീറ്റർ അപ്പുറം നിന്നുമൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അങ്ങ് എക്സ്പ്രഷൻ ഇട്ട് മരിക്കുമായിരുന്നു. എനിക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്തോളാൻ മുട്ടിയിരിക്കുമായിരുന്നു. കാരണം ബോറടിച്ച് ചത്തിരുന്നൊരു സമയമായിരുന്നു അത്. അതുകൊണ്ട് ഇത് തന്നെയായിരുന്നു എനിക്ക് പരിപാടി. മീഷോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നു, അൺബോക്സ് ചെയ്യുന്നു, വീഡിയോ എടുക്കുന്നു, എക്സ്പ്രഷൻ ഇട്ട് മരിക്കുന്നു, അത് ഇഷ്ടപ്പെട്ടാൽ വെക്കുന്നു, ഇല്ലെങ്കിൽ റിട്ടേൺ അടിക്കുന്നു. ഇത് തന്നെയായിരുന്നു പരിപാടി. സെക്കൻഡ് വൺ വന്നിട്ട് ഈ ബ്ലാക്ക്. എനിക്ക് വൈറ്റിനേക്കാൾ ബ്ലാക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടി ഒരു ഗ്ലോ ഒക്കെ എനിക്ക് വന്ന പോലെ എനിക്കങ്ങ് തോന്നി. പിന്നെ ആ ബ്ലാക്കിൽ ആ വൈറ്റ് ത്രെഡും കാര്യങ്ങളും ആ ഒരു മിറർ വർക്കും ഒക്കെ വന്നപ്പോൾ കുറച്ചും കൂടെ ഒരു ഭയങ്കര ഭംഗി തോന്നി എനിക്ക്. അപ്പോൾ ബ്ലാക്കിൻ്റെ അടിയിലും ആ ഒരു പെറ്റിക്കോട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ പെറ്റിക്കോട്ട് യൂസ് ചെയ്യാതെ ഞാനൊരു ബ്രാലറ്റ് അല്ലെങ്കിൽ ഒരു ട്യൂബ് ബ്രായാണ് ഇതിൻ്റെ അടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതും എനിക്ക് കണ്ടപ്പം അല്ലെങ്കിൽ ഇട്ടപ്പം ഭയങ്കരമായിട്ട് ഭംഗി തോന്നി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ബ്ലാക്ക് ഒരു 3-4 വട്ടം യൂസ് ചെയ്യുകയും ചെയ്തു. അടിപൊളി സാധനം. ഇത് ആക്ച്വലി എനിക്ക് കോംബോ ആയിട്ട് ഒരു 350 രണ്ടും കൂടെ എനിക്ക് കിട്ടിയത്. അങ്ങനെയാണ് ഞാനിത് രണ്ടും കൂടെ പ്രിഫർ ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് ഇട്ടിട്ട് ഞാനിങ്ങനെ ഏതോ സിനിമാ നടിയെ പോലെയൊക്കെ ഉള്ള ഫീലിലായിരുന്നു. കാറ്റത്ത് മുടിയൊക്കെ പറത്തി അവിടെ ഷോ കാണിച്ചുകൊണ്ടിരുന്നത്. 1-2 ഫോട്ടോമൊക്കെ എടുത്തു. അത് ഞാനത് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ ഞാൻ ലിങ്ക് അയച്ചു തരാം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിച്ച് സഹകരിക്കുക ഗൈസ്. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ അടുത്ത വെറുപ്പിക്കൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരയ്ക്കും. സ്റ്റേ ട്യൂൺ ഗൈസ്. ദിസ് ഇസ് മീ.